നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്താണോ, ബന്ധപ്പെട്ടാണോ ജീവിക്കുന്നത്? നമ്മുടെ മക്കളെ നമ്മളതിന് തയ്യാറാക്കുന്നുണ്ടോ? സ്വന്തം വീടിനകത്ത് തന്നെ ഒരു റിലേഷനുണ്ടോ? സഹോദരങ്ങൾ തമ്മിലൊരു റിലേഷനുണ്ടോ? അച്ഛനും അമ്മയും തമ്മിലൊരു റിലേഷനുണ്ടോ? ഈ റിലേഷൻ ഇല്ലാതെ വരുമ്പോൾ, പ്രതിബന്ധങ്ങളോട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, പ്രതിസന്ധികളോട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ വെറും ശൂന്യമായി പോകുന്നത് ഇത്തരം ഇടങ്ങളിലാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഇന്നലെ വന്ന യുവാവ് 37 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എന്നോട് പറയാം 45 വയസ്സ്. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് 8 വയസ്സുള്ളപ്പോഴാണോ തന്നെ പ്രസവിച്ചത്? അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു ബന്ധമില്ലാത്ത അവസ്ഥ. ഇനിയും നമ്മൾ എപ്പോഴും വിചാരിക്കണം, മനുഷ്യരോട് മാത്രമല്ല ബന്ധം നമുക്ക് വേണ്ടി, പ്രകൃതിയോടും വളർത്തുമൃഗങ്ങളോടും ഒക്കെ നമുക്ക് ബന്ധമുണ്ടായിരിക്കണം. പ്രകൃതിയുമായിട്ട് ഇണങ്ങി തന്നെ നമ്മൾ ജീവിക്കണം. ചെറിയ പൂന്തോട്ടമോ ചെറിയ പച്ചക്കറിത്തോട്ടമോ നമ്മുടെ പെറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വർത്താനം പറയാനും അതൊക്കെ ഒന്ന് ആസ്വദിക്കാനും ഒക്കെ കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങൾ കുറയുകയാണ്. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചട്ടിക്കകത്ത്, ഒരു പോട്ടിനകത്ത് ഒരു ചെറിയ ചെടി വെച്ചാൽ പോലും അതുമായിട്ട് പോലും നമുക്ക് സമ്പാദിക്കാം എന്നാണ് പറയുന്നത്. അതിൻ്റെ മനോഹാരിത നമ്മൾക്ക് മനസ്സിന് ശാന്തത തരുന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മറിയം റിലേറ്റ് ചെയ്ത ഒരു ധീര വനിതയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗിവിങ്. മറ്റുള്ളവർക്ക് നമ്മൾക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു വലിയ സംഭവമാണോ? ആണോ? നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ ലഭിക്കുന്ന ആൾക്ക് കിട്ടുന്ന സന്തോഷത്തിൻ്റെ 10 മടങ്ങാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തന്മാത്രകൾ, കെമിക്കൽസിന് വളരെ ഉയർച്ചയുണ്ടാകുന്നു. അത് നമുക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും നമുക്ക് തരുന്നു എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ഇവിടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തിക സഹായം മാത്രമല്ല, നിങ്ങളുടെ സമയം, നിങ്ങളുടെ പരിഗണന, നിങ്ങളുടെ ഒരു പുഞ്ചിരി, നിങ്ങളുടെ ഒരു സാന്നിധ്യം, നിങ്ങളുടെ ഒരു ആശയം, ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വസ്തുതകളാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ അയലത്തും ഒക്കെ പലർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സന്ദർഭത്തിൽ എത്രയോ ചെറുപ്പക്കാരും എത്രയോ വീട്ടുകാരും ഫുഡൊക്കെ കൊണ്ടുവന്ന് ഗേറ്റിൽ കൊണ്ട് തൂക്കി കൊടുക്കുകയും അല്ലെങ്കിൽ പറമ്പിൽ കൊണ്ട് വെക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കാണുകയാണ്. ചെറിയ ചെറിയ സഹായങ്ങൾ ഏത് പ്രതിസന്ധിയിലും മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ മുൻപോട്ട് പോകാൻ നമ്മളെ നയിക്കുന്നത് ഇതൊക്കെയാണെന്നൊരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുവിശേഷ സംഘത്തിൻ്റെ പ്രാർത്ഥനാ യോഗത്തിന് ക്ലാസ് എടുക്കുവാൻ ഒരു സ്ഥലത്തേക്ക് എന്നെ ക്ഷണിച്ചു. ആ സ്ഥലത്തെത്താൻ അതിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഇറങ്ങാനാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ അവിടെ ട്രെയിൻ ഇറങ്ങി. എന്നെ സ്വീകരിക്കാൻ വന്ന് ആ സുവിശേഷ സംഘത്തിൻ്റെ ഒരു പ്രസിഡൻ്റായ ഒരു സാറാണ്. 74 വയസ്സുണ്ട് അദ്ദേഹത്തിന് അന്ന്. പക്ഷെ പിന്നെ അവിടെ നിന്ന് 15 കിലോമീറ്ററോളം പോകണം ആ പള്ളിയിലേക്ക്. അപ്പം അദ്ദേഹം ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം ഈ യാത്രയിൽ ആ സാർ എന്നോട് പറയുകയായിരുന്നു, മാഡം ഞാൻ നമ്മുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട് പോകണം, ഒരു ചെറിയതായിട്ടൊരു ചായ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒന്ന് പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ട്രെയിനിൽ വെച്ചത് കഴിച്ചു, എന്നാലും മാഡം നമുക്കൊന്ന് കയറിയിട്ട് പോകാം. അപ്പം അടുത്തത് എന്നോട് അദ്ദേഹം പറയുന്നു, മാഡം വീട്ടിലിപ്പോൾ എൻ്റെ മരുമകളും കുട്ടികളും ജോലിക്കാരിയേ ഉള്ളൂ, വൈഫ് ഒരു ഡോക്ടറാണ്, എൻ്റെ മകന് ക്യാൻസർ സംബന്ധമായ ട്രീറ്റ്മെൻറ്റിന് വെല്ലൂർക്ക് വൈഫ് പോയിരിക്കുകയാണ് മകനെയും കൊണ്ട്, അതുകൊണ്ട് വീട്ടിൽ ഇവരൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, മകൻ ക്യാൻസറായിട്ട് കിടക്കുമ്പോഴും സഭയ്ക്കും സമൂഹത്തിനും ഇത്രമാത്രം സംഭാവനകൾ ചെയ്യാൻ ഈ വലിയ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, മാഡം എൻ്റെ മരുമകൾ വളരെ ചെറുപ്പക്കാരിയാണ്, അവൾക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം, എപ്പോൾ വേണമെങ്കിലും അവൾ ഈ വീട് വിട്ടു പോകും. എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് എൻ്റെ മനസ്സിലുണ്ടാക്കിയത്. ഇത്രമാത്രം പവർ, ഇത്രമാത്രം എനർജറ്റിക്, ഇത്രമാത്രം ദൈവകൃപ, ഇത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പിതാവാണല്ലോ, എൻ്റെ കൂടെ ആണല്ലോ ഞാൻ ഈ വണ്ടിയിൽ ഇരിക്കുന്നതെന്നൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ നല്ലൊരു മദ്യപാനിയും പല സമയത്തും ആ കുട്ടിയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, ഞാൻ പലപ്പോഴും പല ശ്രമങ്ങളും ഞാൻ നടത്തി എന്നൊക്കെ പറയുകയായിരുന്നു. അപ്പോഴത്തേന് വീട്ടിലെത്തി എന്നെ ജോലിക്കാരിയാണ് സ്വീകരിക്കുന്നത്. അവർ പറഞ്ഞതിന് മാത്രം ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പം ഇദ്ദേഹം മരുമകളുടെ പേര് വിളിക്കുന്നുണ്ട്.
അന്നേരം ഒന്നും ഇറങ്ങി വന്നില്ല. ഞാനൊന്ന് ഫ്രഷായി പെട്ടെന്ന് പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ മരുമകളും 2 കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്ന് 3ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലുള്ള 2 കുഞ്ഞുങ്ങളാണ്. ഇറങ്ങി വന്ന് മരുമകൾ എന്നോട് കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ അപ്പച്ചൻ പറയുന്ന കൊച്ചുമക്കളോട്, ഇന്ന് പള്ളിയിൽ ഫുഡൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് കഴിക്കണം, വരണം. അപ്പം ഞാൻ ഈ മരുമകളോട് യാത്ര പറഞ്ഞു പോയി. കാറേ പോയപ്പോൾ എന്നോട് പറയുമായിരുന്നു, മാഡം അവളും മക്കളെയും കൊണ്ട് വരത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെങ്കിൽ ഞാൻ അപ്പച്ചൻ നില ഇത് പറയണമല്ലോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോഴേ ഞാൻ അവിടെ സാറിനോട് പറഞ്ഞു, സാർ ഇനി എന്നെ തിരിച്ചു കൊണ്ടുവിടണ്ട, ഇത്രയും ദൂരം ഇനി സാർ ഡ്രൈവ് ചെയ്യേണ്ട, ഇവിടെ ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിനുള്ള റെസ്പെക്റ്റ് ആണോ സങ്കടമായിരുന്നോ എന്ത് വികാരമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അന്നേരം ഉണ്ടായത്. ഇത്രയൊക്കെ ഉള്ളിലൊതുക്കി മകന് ക്യാൻസർ, മരുമകളുടെ ഒരു പൊസിഷൻ ഇങ്ങനെ നിൽക്കുന്നു, ഇതൊക്കെ നിൽക്കുമ്പോഴും മരുമകളുടെ സ്റ്റാൻഡ് ഇതായിട്ട് നിൽക്കുമ്പോഴും എത്ര ഭംഗിയായിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം സേവനം ചെയ്യുന്നത്, അദ്ദേഹം മറ്റുള്ളവർക്ക് തൻ്റെ സമയം കൊടുക്കുന്നത്, സഭയെ സ്നേഹിക്കുന്നത് എത്രമാത്രമായിട്ടാണ്. ഓടി നടന്ന എല്ലാ കാര്യങ്ങളും 74 വയസ്സുള്ള സാർ ചെയ്യുമ്പോൾ ശരിക്കും ശിരസ് നമിക്കണം അവരുടെയൊക്കെ മുൻപിൽ. അതാണ് നമ്മൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമയും കടപ്പാടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഗിവിങ് ഏത് പ്രതിസന്ധികളിലും കൂടിയിരിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അടുത്ത ഒരു തലമാണ് ഡയറക്ഷൻ. ഇവിടെ ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ, ഒരു ജീവിത ലക്ഷ്യം. ഏത് പ്രായത്തിലും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, ഓരോ ദിവസത്തെ ലക്ഷ്യങ്ങളെങ്കിലും നമ്മൾക്കുണ്ടായിരിക്കണം. ചിലപ്പോൾ ഇന്നെൻ്റെ ചെടിക്കൊന്ന് വളയിടണമെന്നായിരിക്കും, ഇന്നൊന്ന് ബാങ്കിൽ പോകണമെന്നായിരിക്കും, ഇന്നൊന്ന് വേഗം കുക്ക് ചെയ്തിട്ട് കുറച്ച് തയ്ച്ച് തീർക്കാനുണ്ടായിരിക്കാം, അല്ലെ കുറച്ച് വായിക്കാനുണ്ടായിരിക്കാം, അല്ലെ സുഹൃത്തുക്കളെ ഒന്ന് ഫോൺ വിളിക്കാനുണ്ടായിരിക്കും. എന്ത് വായിക്കോട്ടെ, ഓരോ ദിവസവും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മൾക്കുണ്ടായിരിക്കണം. ഈ പ്രത്യേകിച്ച് കൊറോണ കാലത്ത് നമുക്ക് സാമൂഹ്യപരമായിട്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നെങ്കിലും മാനസികമായിട്ട് ഇന്ന് നവമാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റൊരുവരെ വിളിക്കാനും അവരെ ഒന്ന് കരുതാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകുകയും അത് അനുവർത്തിക്കുകയും നമ്മൾ ചെയ്യണം. ലക്ഷ്യങ്ങളില്ലാത്തവരാണ് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നത്. വിക്ടർ ഫ്രാങ്കിൾ എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരു ഓസ്ട്രിയക്കാരനാണ്. 2ാം ലോക മഹായുദ്ധത്തെ അതുപോലെ തന്നെ നാസി പട്ടാളക്കാരുടെ കിരാതനമായ പീഡനങ്ങളെയും അതിജീവിച്ച്, ഹിറ്റ്ലറുടെ പീഡനങ്ങളെയും അതിജീവിച്ചൊരു വ്യക്തിയാണ്. ജർമ്മൻ തടവറയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, വളരെ വളരെ യാതനകളാണ് അന്ന് ആ തടവറയിൽ കിടന്ന ഓരോരുത്തരും അനുഭവിച്ചിരുന്നത്. അതായത് കൊടും പട്ടിണിയിലും വളരെ നേരം ജോലി ചെയ്യിക്കുകയും ചെറിയ തെറ്റുകൾക്ക് പോലും വളരെ പീഡനങ്ങൾ കൊടുക്കുകയും ശൈത്യത്തെ അതിജീവിക്കാനുള്ളൊരു വസ്ത്രമോ ആ തുറങ്കലിൽ കാല് നീട്ടിക്കിടക്കുവാനുള്ള നിവർത്തിക്കിടക്കുവാനുള്ള സാഹചര്യങ്ങളും ഒന്നുമില്ലാതെ ഈ മാനസികമായ പീഡനങ്ങളും ശാരീരികമായ പീഡനങ്ങൾ കൊണ്ട് പലരും പെട്ടെന്ന് മരിച്ചു വീഴുന്ന ഒരു രംഗമാണ് വിക്ടർ ഫ്രാങ്കിൾ കാണുന്നത്. അദ്ദേഹം തൻ്റെ സന്ധ്യായാമങ്ങളിലൊക്കെ സഹതടവുകാരുടെ അടുത്ത് ചെല്ലുകയും ഏത് കൂരിരുളിനും അടുത്ത ദിവസം പ്രകാശപൂരിതമായ ഒരു പ്രഭാതമുണ്ടെന്ന് അവർക്ക് ഓതിക്കൊടുക്കുകയും തടവുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലരെങ്കിലും വളരെ പ്രത്യാശയോടുകൂടിയാണ് ഈ യാതനകളെയും ഈ പീഡനങ്ങളെയും വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതെന്നൊക്കെ ഒരു തിരിച്ചറിവാണ് വിക്ടർ ഫ്രാങ്കിൾ അന്ന് ലഭിക്കുകയുണ്ടായത്. ഒരു തടവുകാരൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എൻ്റെ മന്ദബുദ്ധിയായ എൻ്റെ മകളെ എനിക്ക് പരിപാലിക്കണം. മറ്റൊരു തടവുകാരൻ പറഞ്ഞു, ഞാൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കണം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ ജീവിത ലക്ഷ്യമുള്ളവർ മാത്രമാണ് ഈ തടവറയിൽ രക്ഷപ്പെട്ട് മുൻപോട്ട് പോയത്, ബാക്കി ആരും തന്നെ രക്ഷപ്പെട്ടില്ല എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കണം. നമ്മളത് മറിയത്തിന് പ്രത്യേകമായിട്ടത് കാണുന്നുണ്ട്. മറിയത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടല്ലേ മറിയം എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെന്നത്. മറിയത്തിൻ്റെ സമയമല്ലേ ഗിവിങ് എലിസബത്തിന് കൊടുത്തത്. 3 മാസമാണ് എലിസബത്തിനെ മറിയം അവിടെ പരിചരിച്ചത്, കൂടെ നിന്ന്. മറിയത്തിൻ്റെ ഗർഭാവസ്ഥ നമുക്കറിയാം. ചിലപ്പോൾ ആ ഒരു അന്നത്തെ കാലത്താണെങ്കിലും മറിയം ഭ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. മനുഷ്യ സഹജം മറിയം ഭ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് മറിയത്തിൻ്റെ സമയം അവിടെ ചെലവാക്കി കൊടുത്തത്. ആ മറിയമാണ് ലക്ഷ്യബോധമുള്ളത് കൊണ്ട് എലിസബത്തിൻ്റെ അടുത്ത് ചെന്നത്.
ആ ലക്ഷ്യബോധമുള്ളതുകൊണ്ടല്ലേ മറിയം പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പം ഏത് പ്രതിസന്ധിയിലും നമ്മളുടെ മറിയം നമ്മളുടെ മുൻപിൽ കാണിച്ചെന്ന മാതൃകയാണ് നമ്മൾ ഓർക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു റെസിലിയൻസ് ഉണ്ടോ, ഒരു അതിജീവനമുണ്ടോ, അതിജീവിക്കാനുള്ള കഴിവ്. ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുഞ്ഞുങ്ങൾ പോലും ഇറങ്ങിപ്പോവുകയും മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ അതിജീവിക്കാനുള്ള എന്ത് പ്രാപ്തിയാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്? എവിടെയാണ് ഇതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത്? നമ്മൾ ഓരോരുത്തരും ഇപ്പം റിസൾട്ട്സ് ഒക്കെ വന്നു, +2ൻ്റെയും 10ൻ്റെയും ഒക്കെ. എല്ലാ മാതാപിതാക്കളും സന്തോഷത്തിലാണ്. നല്ല മാർക്ക് കിട്ടി, എല്ലാവർക്കും വലിയ സന്തോഷമാണ്. പക്ഷെ മാർക്ക് മാത്രമാണ് ഒരു ബുദ്ധിയുടെ നിലവാരം. ഒരു മനഃശാസ്ത്രജ്ഞനായ E.L. തൊറേഖ എഴുതിയേക്കുന്നത് ഒരു IQ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അക്കാഡമിക് ഇൻ്റലിജൻസ് മാത്രമല്ല, ഒരു മെക്കാനിക്കൽ ഇൻ്റലിജൻസും അതേപോലെ ഒരു സോഷ്യൽ ഇൻ്റലിജൻസും വേണം. അക്കാഡമിക് ഇൻ്റലിജൻസ് ആബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ് ആണ്. ഒരു കൺസെപ്റ്റ് എങ്ങനെയാണോ രൂപീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഐഡിയ എങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത്, അതൊക്കെ നമ്മുടെ മക്കൾ ചെയ്യും. അതുകൊണ്ട് മാത്രം അവർ ബുദ്ധിയുള്ളവരാണെന്ന് പറയാൻ സാധിക്കുമോ? പല വിവാഹ ബന്ധങ്ങളിലും ഒക്കെ എന്തുകൊണ്ടാണ് പാളിപ്പോകുന്നത് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ല. നല്ല മാർക്കുണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒക്കെ ഉള്ളപ്പോഴും എന്തുകൊണ്ട് ഈ മെക്കാനിക്കൽ ഇൻ്റലിജൻസും സോഷ്യൽ ഇൻ്റലിജൻസും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? മെക്കാനിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ. ഒരു മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു സ്ത്രീയുടെ അടുക്കള ചിലപ്പോൾ നമുക്കറിയാം. സാധനങ്ങളൊക്കെ കയ്യെത്തും ദൂരത്ത് വെക്കുക, അത് വളരെ അടുക്കി വെക്കുക, കൃത്യമായിട്ട് വെക്കുക, അതൊക്കെ ഒരു മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാളാണ്. മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ഉള്ളൊരു ഒരാളെ കാണുമ്പോൾ എങ്ങനെ വളയ്ക്കണം, എങ്ങനെ തിരിക്കണം, എവിടെ സ്പേസ് ഇടണം ഒക്കെ അവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടിപ്പോൾ ഒരു സോഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഉണ്ട്. മകളെല്ലാം എടുക്കുകയാണ്. പക്ഷെ ആരെങ്കിലും വീട്ടിലോട്ട് വന്നാൽ മുഖം വീർപ്പിക്കുക, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ അവർക്ക് തയ്യാറല്ല, ആരുമായിട്ടും ചേർന്ന് പോകാൻ തയ്യാറല്ല, ആരുടെയും വേദന മനസ്സിലാക്കാൻ തയ്യാറല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കുറവല്ലേ? നമ്മളൊക്കെ ഇന്ന് ഒരു അക്കാഡമിക്കൽ ഇൻ്റലിജൻസ്, ആബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസിന് പുറകെ നടക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ ഖേദപരമായിട്ടൊന്ന് ഓർക്കേണ്ട കാര്യമാണ്. ഈയിടെ അപ്പച്ചൻ പറയായിരുന്നു, കൊച്ചുമക്കളെ ഒരു രാത്രി പോലും ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് ഉറങ്ങാൻ വിടത്തില്ല. ഒരമ്മച്ചി പറയുന്നു, അമ്മച്ചിക്ക് അമ്മക്കളും പെമ്മക്കളും ഒക്കെ ഉണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുക. അവരൊക്കെ വലുതായി, എന്നാൽ ഒരു രാത്രി ഒന്ന് നമ്മുടെ കൂടെ. എൻ്റെ വീടിൻ്റെ വലിയ സൗകര്യമൊന്നുമില്ല, എല്ലാവരും വലിയ വലിയ വീട് വെച്ച് മാറി. ആ സൗകര്യം ഇല്ലാത്തടത്തും എൻ്റെ മകളെ ഒന്ന് വിടാൻ ഒരു മകളായാലും ഒരു മകനായാലും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ആ ഉള്ള പരിമിതി ജീവിക്കാൻ ആ മകൾക്ക് ഒരു രാത്രിയില്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല? അങ്ങനെ കൊടുക്കാതെ ലഭിക്കാതെ വരുന്നവർ ഒരു അതിജീവനത്തിൻ്റെ പാതയിൽ എങ്ങനെയാണ് അവർ മുന്നേറുന്നതെന്ന് പറഞ്ഞു തന്നാട്ടെ. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നമ്മളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ചില പ്രതിസന്ധികളോടൊപ്പം തന്നെ യാത്ര ചെയ്യണം, അത് മാറ്റിക്കളയാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ ഒരു ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും വാട്സപ്പിനകത്ത്. അത് ഒരു ക്ലാസ്സിനകത്ത് തന്നെ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഒരു നല്ല ചുറുചുറുക്കുള്ളൊരു യുവാവ്, അദ്ദേഹത്തിൻ്റെ അതിന് മുമ്പുള്ള ഫോട്ടോ ഇട്ടിരിക്കുന്നതാണ്. ഒരു ആക്സിഡൻറ്റിൽ അരയ്ക്ക് താഴെ പാരലൈസ് ചെയ്ത് തളർന്ന് കിടക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. പക്ഷെങ്കിൽ ഒരു 5-8 വർഷമായിട്ട് ആ കിടപ്പാണ്. പക്ഷെങ്കിൽ അദ്ദേഹം ആ കിടന്നുകൊണ്ട് കുടയുണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നു. അദ്ദേഹം കിടക്കുമ്പോൾ ആ നെഞ്ചിലേക്ക് കുടക്കമ്പിയും സൂചിയും അതിനുവേണ്ടി സാധനങ്ങളും ഒക്കെ നെഞ്ചിൽ വെച്ചുകൊണ്ട് കുട തുന്നുമ്പോൾ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അപാര കഴിവുകളെ, ഈ അപാരമായ നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ കഴിവുകളെയും നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങളെയൊക്കെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല എന്ന് എഴുതിയേക്കുന്ന വരികളാണ് മനസ്സിലേക്ക് വരുന്നത്. ആ പ്രതിസന്ധിയെ ആ യുവാവ് കൂടെ തന്നെ കൊണ്ടുപോവുകയാണ്. ഒരാളും വേണം എഴുന്നേൽപ്പിക്കാൻ. എന്നാലും തൻ്റെ ജീവിതത്തിനുള്ള നിത്യച്ചെലവിന് വേണ്ടി ആ കുട നിർമ്മിക്കുന്ന ആ യുവാവിനെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ത് തരം മൂല്യമാണ് കൊടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വലിയ ക്രിസ്ത്യാനിറ്റിയുടെ പവിത്രതയും ഒക്കെ നമ്മൾ പറയുമ്പോൾ ആ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് ഇത്തരത്തിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മാതാപിതാക്കളാണോ നമ്മളൊന്ന് സ്വയം വിലയിരുത്തി നോക്കണം.
അതിജീവനത്തിൻ്റെ പാതയിലാണോ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്? എല്ലാവരുടെയും ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു നേട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കണമെന്നറിയത്തില്ല, അതിനെ എങ്ങനെ യുക്തമായിട്ട് കാണണമെന്നറിയത്തില്ല, എങ്ങനെ സാമാന്യ ബുദ്ധി കൊണ്ട് അതിനെ പരിഹരിക്കണമെന്ന് അറിയത്തില്ല. നെട്ടോട്ടം ഓടുകയാണ് അപ്പോഴത്തേക്കിന്. ഈ കൊറോണ കാലത്ത് എത്ര യുവജനങ്ങളാണ് അതിജീവനത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നത്. അതേപോലെ എത്രയോ പേര് മടി പിടിച്ച് വീട്ടിലിരുന്നു. അതിനൊരു കാര്യമുണ്ട്. ചില ചില വ്യക്തിത്വങ്ങളുണ്ട്, ഒരു ഈഗോസെൻട്രിക് ആയിട്ടുള്ള വ്യക്തിത്വമുള്ളവർ. ഞങ്ങൾക്കിതൊന്നും സംഭവിക്കത്തില്ല, ഞങ്ങൾക്കിതൊന്നും വരത്തില്ല, ഞങ്ങളുടെ ജീവിതം വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നത്, ഇതൊക്കെ എവിടെയൊക്കെയോ ആർക്കൊക്കെയോ ആരുടെയോ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്രത്യക്ഷമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതിസന്ധികൾ വരുമ്പോൾ അവരതിനെ അംഗീകരിക്കത്തില്ല. ഒരു ദാർഷ്ട്യ സ്വഭാവത്തോട് തന്നെയാണ് പോകുന്നത്. മറ്റു ചിലരുണ്ട്, പ്രതിസന്ധികൾ വരുമ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. പ്രതിസന്ധി വരുമ്പോൾ അവർ പെട്ടെന്ന് തളർന്നു പോവുകയാണ്. ഇനി വേറൊരു കൂട്ടരുണ്ട്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയുമെന്ന് വിചാരിച്ച് പ്രതിസന്ധി വരുമ്പോൾ കൃത്യമായിട്ടൊരു സഹായമോ സേവനമോ ഒന്നും എടുക്കാൻ അവർ തയ്യാറാകത്തില്ല. അവരും ഒരു മൂലയിലേക്ക് തള്ളപ്പെട്ട് അവരുടെ വ്യക്തിത്വം അല്ല അവരുടെ ജീവിതം മാറ്റപ്പെടുകയാണ്. അവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, സാമാന്യ ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടില്ലേ? മറിയം എത്രയോ പ്രതിസന്ധികളെ അതിജീവിച്ച വ്യക്തിയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, മറിയത്തെ അന്നത്തെ കാലമൊക്കെ ഞാൻ ഒരു ഇമാജിനേഷൻ ഇങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ട്, കല്ല് നിറഞ്ഞ വഴിയായിരിക്കാം, താഴ്വാരങ്ങളായിരിക്കാം, മലയിടുക്കിൽ കൂടെ ആയിരിക്കാം, ഒക്കെ നടന്നും ബുദ്ധിമുട്ടിയും ഒന്ന് ഇരിക്കാൻ പോലും സ്ഥലമില്ലാതിരിക്കാം, കുറച്ച് വെള്ളം കുടിക്കാൻ പോലും ഇന്നത്തെ പോലെ സ്നാക്സ് ബാറിലോ കോഫി ബാറോ കൂൾ ഡ്രിങ്ക്സ് ബാറോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വെയിൽ കൊണ്ട് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടി, ഒരു ഇരിക്കാനുള്ള സ്ഥലമില്ലാതെ എത്ര കഷ്ടപ്പെട്ട് എത്ര ഈ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് എലിസബത്തിൻ്റെ അടുത്ത് മറിയം എത്തിയിരിക്കുന്നെന്നുള്ളത് ഞാൻ പലപ്പോഴും വിഷ്വലൈസ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ആ ഫീലിങ്ങിലേക്ക് വരാൻ സാധിക്കുന്നത്. വായിച്ചു വിടുമ്പോൾ നമുക്ക് എളുപ്പമാണ്, പക്ഷെ ആ ഫീലിങ്ങിലേക്ക് മറിയം നല്ലൊരു കുലീനത്വമുള്ള മാതാപിതാക്കളുടെ മകള് തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു, ഒരു പക്ഷേ മറിയത്തിനെ അതിജീവനത്തിന്റെ പാത ആ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നല്ലേ മറിയം ഇത്രയും ബന്ധപ്പെട്ട്, നമ്മുടെ ബൈബിൾ ആ വാക്കുണ്ട്, ബന്ധപ്പെട്ടാണ് തൻ്റെ ഇളമയുടെ അടുത്ത് അല്ലെ ചാർച്ചക്കാരിയ എലിസബത്തിന്റെ അടുത്ത് മറിയം ചെല്ലുന്ന. ബന്ധപ്പെട്ട്, ഇതൊരു അതിജീവനമാണ് മറിയത്തിൻ്റെ. നമ്മുടെ മക്കളെ എന്ത് ബന്ധപ്പാട് നമ്മൾ അറിയിച്ചു? നമ്മുടെ മക്കളോട് നമ്മളെ ഒരു അനാഥ മന്ദിരം കൊണ്ട് കാണിച്ചിട്ടുണ്ടോ? ആ സമപ്രായക്കാർ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഓർഫനേജ് നമ്മുടെ മക്കളെ ഒരു ബർത്ത്ഡേക്കെങ്കിലും നമ്മൾ കൊണ്ട് കാണിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് പറയുന്നതിലും നല്ലത് മക്കളെ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതൊന്ന് അനുഭവിക്കാൻ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? അവരെ ഒരു ഐസ്ക്രീമായിട്ടല്ല നമ്മൾ വളർത്തേണ്ടത്. ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തിരുന്നാൽ അതിൻ്റെ ഘടന എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന് നമ്മുടെ കുട്ടികളെ ഐസ്ക്രീം പോലാണ് നമ്മൾ വളർത്തുന്നത്. അവർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വന്നാൽ, അവർ വീട്ടിൽ നിന്ന് സംരക്ഷണത്തിൽ പുറത്ത് കിടന്നാൽ എങ്ങനെ പെരുമാറണമെന്നോ, എങ്ങനെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യണമെന്നോ, എങ്ങനെ ഒരു പ്രശ്നത്തെ പരിഹരിക്കണമെന്നോ, മറ്റുള്ളവരോട് എങ്ങനെ കൂടി യോജിക്കണമെന്നോ, മറ്റുള്ളവരായിട്ട് എങ്ങനെ വിട്ടുകൊടുക്കണമെന്നോ, മറ്റുള്ളവരുടെ ഫീലിംഗ് എന്താണെന്നോ, എമ്പതി എന്താണെന്നോ ഒന്നും പഠിപ്പിക്കാതെ നമ്മൾ മാർക്കിന് വേണ്ടി മാത്രം കൊണ്ടുവരികയല്ലേ? ഇന്നലെ എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി 21 വയസ്സിൽ കല്യാണം കഴിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ആ കുട്ടിയെ അടുത്തൊരു വിവാഹത്തിലേക്ക് വീട്ടുകാർ തയ്യാറാക്കി വിടുകയാണ്. ഇപ്പം 23 വയസ്സേ ഉള്ളൂ. ഇപ്പം ഈ വിവാഹത്തിൽ ഒരു കൊച്ചു കുഞ്ഞുമുണ്ട്. എന്നോട് പറയാം, മിസ്സേ എനിക്കിനി ജീവിച്ച് മുന്നേറിയേ പറ്റത്തുള്ളൂ, ഈ ഹസ്ബൻഡ് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആദ്യം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഞാനൊരു അതിജീവനം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം,
ഈ അമ്മ, ഇപ്പോഴത്തെ ഹസ്ബൻഡിൻ്റെ അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടും. എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. എനിക്കത് കേൾക്കാൻ എനിക്ക് ശക്തിയില്ല. ഒന്നാമത് 10 മാസമേ ഉള്ളൂ ഡെലിവറി കഴിഞ്ഞിട്ട്. എന്തെങ്കിലും അതിൻ്റെ ഇമോഷൻസിൽ വ്യത്യാസമുണ്ടോ, എന്തെങ്കിലും വിഷാദത്തിൻ്റെ സിംറ്റം ഉണ്ടോ, ഇതൊക്കെ നമുക്കിനി കൂടുതൽ മനസ്സിലാക്കണം. അങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടിയോട് 60 വയസ്സുകാരി അമ്മ സംസാരിക്കുന്ന രീതി, അപ്പോൾ ഈ കുട്ടി പറയാം, എങ്ങനെയെങ്കിലും എനിക്ക് ഈ വീട്ടിൽ പിടിച്ചു നിന്നേ മതിയാകത്തുള്ളൂ. യെസ്, അവളും പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത് ആ വീട്ടിൽ. അതിജീവനത്തിൻ്റെ പാത അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പാതയാണ്. അതിൽ കൂടെ നമ്മുടെ മക്കളെ കടത്തിവിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയ മാതാപിതാക്കളാണെന്ന് പറയാൻ സാധിക്കുകയില്ല. മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും, ഇപ്പോൾ ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുന്നില്ല, പലരും പറയും വിദ്യാഭ്യാസമാണെന്ന്. ഞാൻ പറയും അതല്ല. മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം ആത്മവിശ്വാസമാണ്. ഏത് പ്രതിസന്ധികളിലും ഏത് സാഹചര്യങ്ങളിലും അവർക്ക് ജീവിക്കാനുള്ള പ്രാപ്തിയാണ് ഇട്ടുകൊടുക്കേണ്ടത്. അതാണൊരു ബുദ്ധിയുടെ വൈഭവം. ഒരു വയസ്സായിട്ട് ഒരു റാഷണലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവ്, ആക്ട് പർപ്പസ്ഫുള്ളി, ജീവിതത്തെ ഒരു ലക്ഷ്യത്തോടു കൂടി മുൻപോട്ട് കാണാനുള്ള കഴിവ്, അതേപോലെ തന്നെ എഫക്റ്റീവ് ലൈഫ്, ജീവിതത്തെ ഒരു എഫക്റ്റീവായിട്ട്, ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഡിസിഷൻസിനെയും ഒക്കെ എഫക്റ്റീവായിട്ട് എടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. ഇതാണ് IQ, ഇതാണ് ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് എന്ന് പറയുന്നത്. മാർക്ക് തൽക്കാലത്തേക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് മാർക്ക്. അതിനപ്പുറത്തേക്ക് മാർക്ക് ഒന്നിനും നമ്മളെ സഹായിക്കുന്നില്ല. ഈ മാർക്കുകളൊക്കെ ഇപ്പോൾ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു അമ്മയെ കണ്ടു. ആ കുട്ടിക്ക് നല്ല മാർക്കുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞ നമുക്ക് നല്ല മാർക്കുണ്ട്. എന്നോട് പറയാ, മാഡം ഞാൻ ആരോടും മാർക്ക് പറഞ്ഞില്ല, 93.4 പോയിന്റ് ഉണ്ട്, ഒരു ബോർഡ് എക്സാം വഴിയുള്ള മാർക്കല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് ആരോടും പറഞ്ഞില്ല. അങ്ങനെയുള്ള അമ്മമാരും ഇവിടെ ഉണ്ട്. എന്നാൽ ഞാൻ ഇന്നലെ കിട്ടിയ എനിക്കൊരു റിപ്പോർട്ടാണ്, സ്കൂളുകളിൽ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സ്കൂളുകളിൽ ചെന്ന്, പ്രത്യേകിച്ച് CBSE സ്കൂളുകളിൽ നേരിട്ട് ചെന്ന അധ്യാപകരെയും പ്രിൻസിപ്പലിനോടും വഴക്കിട്ട അമ്മമാരെയും ഞാൻ ഇന്നലെ കണ്ടു. കാര്യം ഈ മാർക്കൊക്കെ സ്കൂളിൻ്റെ ഏതാണ്ട് പ്രത്യേക താല്പര്യത്തിൽ ഇട്ടുപോയെന്ന് അവർ ചിന്തിക്കുന്നത് അല്ല. അങ്ങനൊന്നും ഒരു സ്കൂളിനൊരു മാർക്ക് വിടാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു ബോർഡ് എക്സാം നടന്നില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന മാർക്കിനെ യഥാർത്ഥത്തിൽ ആ മാർക്കായിട്ട് വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ലെന്നാണ് ചിലർ പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷെങ്കിൽ കുട്ടി മാർക്കിൻ്റെ തോതിൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇന്ന് കാണുന്ന ബന്ധങ്ങളോ ഗിവിങ്ങോ ലക്ഷ്യബോധങ്ങളോ ഒന്നുമില്ലാത്ത ഒരു യുവതലമുറയാണ് നമ്മുടെ മുമ്പിൽ. സ്വന്തം അമ്മയുടെ പ്രായം പോലും അറിയാത്ത ഒരു യുവതലമുറയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. അതിജീവനത്തിൻ്റെ പാത, നമ്മുടെ മുമ്പിലെ പ്രതിസന്ധികൾ, അതായത് തടസ്സക്കല്ലുകളെ കുത്തുകല്ലാക്കി മുൻപോട്ട് പോകാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. തടസ്സക്കല്ലുകളെ കുത്തുകല്ലായി ചവിട്ടി ചവിട്ടി മുൻപോട്ട് കയറുക. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. ആരുടെയും ജീവിതത്തിൽ ഏത് നിമിഷം എന്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരാം. ഞാൻ പറഞ്ഞില്ലേ, മറിയം വളരെ നല്ല ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. പക്ഷെങ്കിൽ ആർഭാടമോ ഒരു പോഷോ ഒരു അഹംഭാവമോ അല്ലെങ്കിൽ ഒരു ധൂർത്തോ ഒന്നും മറിയം കാണിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. വളരെ ലാളിത്യത്തോടുകൂടി എളിമയോടുകൂടിയാണ് ജീവിച്ചത്. പലരും അവനവൻ്റെ പിടിപ്പുകേട് കൊണ്ട് ധൂർത്തും ആർപ്പാടവും പൊങ്ങച്ചവും കളിച്ചിട്ട് പ്രതിസന്ധിയിൽപ്പെട്ടിട്ട് മറ്റാരും സഹായിച്ചില്ലെന്ന് ഖേദിക്കുമ്പോഴും, അവനവൻ്റെ സ്വന്തം പിടിപ്പുകേട് കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാനല്ല നമ്മളിവിടെ ശ്രമിക്കേണ്ടത്. അതിജീവനത്തിൻ്റെ പാത അതല്ല. സഹായം എടുക്കണം, ഇത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് പലരും ചില സമയത്ത് ഓടിക്കേറി വരുന്നത് സ്വന്തമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് കിട്ടുന്നില്ല. ഏത് തരത്തിൽ മുൻപോട്ട് പോകണമെന്ന് അവർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. മറ്റൊന്ന് ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ. മറിയം എത്ര കറക്റ്റായിട്ടാണ് മറിയത്തിൻ്റെ വികാരം അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്.
പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന മകൻ കൂടെ ഇല്ല എന്ന് ദിവസം പിന്നിടുമ്പോഴാണ് മറിയം തിരിച്ചറിയുന്നത്. തിരിച്ച് മറിയവും യോസേപ്പ് പിതാവും കൂടെ തിരിച്ചു പോയി മകനെ കാണുമ്പോൾ മകൻ ഉപദേഷ്ടാക്കളുടെ അടുത്തിരുന്ന് അവർ പറയുന്ന കേൾക്കുകയും അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത്. അമ്മ എന്ന നിലയിൽ മറിയം അവിടെ ചെയ്ത ഇമോഷൻ എന്തായിരുന്നു നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയാം. മകനോട് പറയുന്നു, നിന്റെ പിതാവും ഞാനും നിന്നെ കാണാഞ്ഞിട്ട് വ്യസനിച്ചു. കറക്റ്റായിട്ടാണ് മറിയം അവിടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു കുട്ടി ഒന്ന് വരാൻ വയ്യെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയുന്നത്, നീ എവിടെ ആയിരുന്നു, നീ എന്ത് ചെയ്യാൻ പോയ, നിനക്ക് എല്ലാ ദിവസവും ഈ പരിപാടിയാണ്, നിന്നെ അല്ലെങ്കിലും ട്യൂഷന് വിട്ടാൽ നീ ഇങ്ങനെ താമസിച്ചു വരും, എത്ര പൈസ നിനക്ക് മുടക്കുന്നതെന്നറിയാം, പിന്നെ പൈസയുടെ കണക്കിലേക്ക് നമ്മളങ്ങ് പോവുക. കുട്ടിക്ക് പറയാനുള്ള നമ്മളൊന്നും ചെവി കൊടുക്കത്ത് പോലുമില്ല. ചിലപ്പോൾ അവൻ്റെ കൂടെ വന്ന ഒരാൾ സൈക്കിളെ വീണ് ഉരുണ്ട് വീണ് ചിലപ്പോൾ അടുത്ത വീട്ടിൽ പോയി ഇച്ചിരി വെള്ളം വാങ്ങിച്ചു കൊടുത്തല്ലേ മുറിവ് കെട്ടി വരാൻ താമസിച്ചായിരിക്കും. അവനിത് പറയുമ്പോൾ പറയും, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, നീ ആരുടെയും കാര്യം നോക്കണ്ട. നമ്മൾ എന്ത് തരം കോർ ബിലീഫ്സ് ആണ് മക്കളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നതെന്ന് പോലും ഈ പറയുന്നവർ ചിന്തിക്കാറില്ല. പക്ഷെ മറിയം കൃത്യമായിട്ട് അല്ലെ അങ്ങനെ താമസിച്ചു വരുന്ന മകനോട്, അയ്യോ അമ്മ ഒരുപാട് വിഷമിച്ചല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മാർക്ക് കുറഞ്ഞു വരുന്ന മകനോടോ അല്ലെ മകളോടോ നിങ്ങൾ ചിലവാക്കിയ കണക്കുകൾ ഒന്നും അവിടെ പറയണ്ട. ഓക്കെ, നിനക്ക് 50-40 കിട്ടിയുള്ളൂ, നിനക്ക് 50-28 കിട്ടിയുള്ളൂ. അമ്മയ്ക്ക് അതിൽ സന്തോഷമുണ്ട്. അത് നീ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ വാങ്ങിക്കേ, നിനക്ക് പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നീ ശ്രമിക്കേ. ഇനിയും ഒരു താമസിച്ച് വരുന്ന മകനോട് അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം കാണിച്ച് വരുന്ന മകനോട്, നമ്മൾ കാത്തിരുന്നിട്ടും കാണാത്തൊരു മകനോട്, ഒരു മകളോട് നമ്മൾ എങ്ങനെ പെരുമാറേണ്ടത്, ഇതുപോലെ മതി. അമ്മ ഒരുപാട് വിഷമിച്ചു, അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി, അല്ലെ നിന്റെ അപ്പൻ ഒരുപാട് സങ്കടമായി. നമ്മുടെ വിഷമം ഐ ഫാക്ടർ അവിടെ വരുന്നുണ്ട്. എനിക്ക് വിഷമമായി, എനിക്ക് സങ്കടമായി എന്നൊന്ന് മാത്രം പറഞ്ഞാൽ മതി. കൂടുതലൊന്നും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെ വലിച്ചു നീട്ടി അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകും. പക്ഷെ അവർക്കൊന്നും കുട്ടികൾക്ക് മനസ്സിലാകത്തുമില്ല, നമ്മളും സംതൃപ്തരാകത്തില്ല. മറിയം കൊടുത്ത ആ ഇമോഷണൽ ടോക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ പിതാവും ഞാനും വ്യസനിച്ചു. അപ്പൊ കർത്താവ് ഒരു മറുപടി അന്നേരം കൊടുക്കുന്നുണ്ട്. യെസ്, അതും നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ മറുപടി അതും അന്ന് ഇത്രയൊന്നും ഒരു കാലഘട്ടത്തിൽ അല്ലാഞ്ഞിട്ട് പോലും മറിയം ആ മറുപടിയെ സ്വീകരിച്ച രീതി അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ മക്കൾ നമ്മളോടും വളർന്നു കഴിഞ്ഞാൽ ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ കൗൺസിലിംഗ് ഒരു അപ്പനും അമ്മയും പറയായിരുന്നു, ഞങ്ങളുടെ ഫാദർ താമസിക്കുന്നുണ്ട്, ഈ മകൻ 7ാം ക്ലാസ്സുകാരൻ. 7ാം ക്ലാസ്സുകാരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൗമാരത്തിൻ്റെ ഏറ്റവും ഒരു പീക്കിൽ വന്ന് നിൽക്കുന്ന ഒരു 12 വയസ്സുകാരൻ. അവന് കാറും മറ്റൊക്കെ വളരെ ക്രേസാണ്. അവന് ടി വിയിൽ ഒരു കാറോ എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കി ആ കാറിൻ്റെ മാനുഫാക്ചറിങ് ആയിരിക്കാം, അതിൻ്റെ വിലയായിരിക്കാം, അതിൻ്റെ പവറായിരിക്കാം, എന്തൊക്കെയോ അവൻ പെട്ടെന്ന് അടിച്ച് നോക്കിയിട്ട് പറയും. അപ്പോൾ ഈ അപ്പച്ചന് പണ്ട് കാറ് ഉണ്ടായിരുന്നു, ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, പല കാറുകൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ കൊച്ചുമകൻ ഇത് പറയുമ്പോൾ ഈ 10-78 വയസ്സുള്ള അപ്പച്ചന് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഉടനെ അവനെ ഷൗട്ട് ചെയ്യുക, അവനോട് ദേഷ്യപ്പെടുക, അവനോട് തിരിച്ചു പറയുക. മനസ്സിലായോ? കാർ ഓടിച്ചെങ്കിൽ അതിൻ്റെ അറിയാനൊക്കത്തുള്ളൂ, ഇത് കൂടെ കാണുന്ന അല്ലെന്ന് പറയും. അപ്പോൾ ഈ 12 വയസ്സുകാരൻ തർക്കിക്കുക. അപ്പോൾ ആ പേരൻസ് പറയും, എൻ്റെ മിസ്സേ ഞങ്ങൾക്ക് ഇനി അപ്പച്ചനോട് പറയാൻ മേല, ഇവനോട് പറഞ്ഞാൽ ഇവൻ ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. അവന് കിട്ടുന്ന, അവൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മൾ പണ്ടൊരു കാറെന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് ഓടിച്ചെങ്കിലും നമ്മളുള്ളൂ. ഇന്ന് അവർക്ക് ഗൂഗിളിൽ അടിച്ചാൽ ഒരു വിരൽത്തുമ്പിൽ അവർക്കെല്ലാം കയ്യിൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളൊരു തിരിച്ചറിവ് എന്തുകൊണ്ട് ഈ അപ്പച്ചനോ അമ്മച്ചിക്കോ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യസനം. ആ തർക്കത്തിൻ്റെ പേര് പിന്നെ അന്ന് അപ്പച്ചൻ കഴിക്കത്തില്ലെന്ന് ഓർത്ത് നോക്കിയേ. ഈ 12 വയസ്സുള്ള കൊച്ചുമകനോ ഈ 76-78 വയസ്സുള്ള അപ്പച്ചൻ്റെ ഒരു ചിന്താ ലെവൽ എവിടെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തിനാ ഇന്നത്തെ യുവജനങ്ങളെ കുറ്റം പറയുന്നത്? ഈ അപ്പച്ചൻ ആ ഫോണ് അത്ര ഉപയോഗിക്കാറില്ല. ഇപ്പോഴുള്ള സാധാരണ വീട്ടിൽ നിന്ന് വരുന്നവർ പറയുന്നതാ, അപ്പച്ചനും അമ്മച്ചും ഫോൺ താഴോട്ട് വെക്കേണ്ട താമസം, കുട്ടി ഫോൺ എടുത്തുകൊണ്ട് ഓടും. 70 വയസ്സിന് മുകളിൽ അപ്പച്ചനും അമ്മച്ചും ശരിക്കും യൂട്യൂബും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിനും നമ്മൾ ഈ കൊച്ചു പിള്ളേരെ കുറ്റം പറയുന്നു? അപ്പം ഞാനോർക്കും, അയ്യോ അന്നത്തെ കാലത്ത് ഇവരുടെ ഇത് കിട്ടിയിരുന്ന ഇവരിന്ന് ആരായിരുന്നു, ഈ പിള്ളേരെയൊക്കെ കടത്തി വെട്ടിയേനെന്ന് ഓർക്കും. എന്നിട്ട് ഇവർ മൊബൈലിന് അടിമകളാ, ഇവർ പഠിക്കുന്നില്ല, വേണ്ടാത്ത സൈറ്റിൽ പോകുന്നു എന്നൊക്കെ അവർ പറയും നമ്മൾ. എന്നിട്ട് പക്ഷെങ്കിൽ
എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ദേഷ്യം വരാം, സങ്കടം വരാം, ദുഃഖം വരാം, ഒക്കെ നമുക്കുണ്ട്. അസൂയ, കുശുമ്പ്, പക, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഇമോഷൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ സമയത്ത് എന്താണ്? മറ്റുള്ളവർ ദേഷ്യമാണോ, പകയാണോ, വൈരാഗ്യമാണോ, അതോ ഒരു നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതെനിക്കൊരു പ്രത്യാശയുടെ ഒരു കിരണങ്ങളാണ് എൻ്റെ മനസ്സിൽ. നമ്മുടെ ഇമോഷൻസിനെ നമ്മളല്ലാതെ ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്? ഇന്നലെ വൈകിട്ട് ഞാൻ ലാസ്റ്റിൽ കണ്ട ആ കേസാണ്. അവർ പോസ്റ്റ് കോവിഡ് ആയിട്ട് കഴിഞ്ഞ് വന്നിരിക്കും. ഇപ്പം അതിൻ്റെ സിംറ്റംസിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു, 62 വയസ്സുണ്ട്. അപ്പം എന്നോട് പറഞ്ഞത്, മാഡം എന്ത് ഇതൊക്കെ അവിടെ കോവിഡ് കഴിഞ്ഞ് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉറങ്ങാനൊക്കെ. നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുന്നു, അറ്റാക്ക് വരുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1-2 പ്രാവശ്യം അടുത്ത ക്ലിനിക്കിലൊക്കെ പോയി പിന്നെ ഇങ്ങനെ മരുന്നൊക്കെ ഒന്ന് ഇട്ടു, മരുന്ന് തന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് മാറുന്നില്ല. വീണ്ടും പല രാത്രികളിൽ ഇങ്ങനെ കയറി വന്ന് ഇപ്പം ജീവൻ പോകുന്ന പോലാണ്. നാക്ക് വരണ്ടു പോകുന്നു, തലയ്ക്കകത്ത് എന്തൊക്കെയോ പോലെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് അത് ശരിയാകാഞ്ഞുകൊണ്ട് ഞങ്ങൾ അമൃതയ്ക്ക് പോയി. അവിടെ ചെന്നപ്പം ഇൻഹേലർ തന്നു, വേറെ മരുന്ന് തന്നു. പക്ഷേ അതൊക്കെ കഴിച്ചിട്ടും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും എനിക്കിത് വല്ലാത്ത അസ്വസ്ഥതയായിട്ട് കയറി വരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ആ സൈക്യാട്രിസ്റ്റാണ് കൗൺസിലിങ്ങിലൂടെ വേണമെന്ന് പറഞ്ഞ് മാഡത്തിൻ്റെ അടുത്തേക്ക് വിട്ടത്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും ആപ്റ്റായിട്ട് തന്നെ പോയത്. ഇത് ഉത്കണ്ഠയിൽ നിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ശരിയാ, പാനിക് ഡിസോർഡർ എന്ന് പറയും. പാനിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു ഡിസോർഡർ തന്നെയാണ്. നമ്മുടെ ജീവൻ പോകും. ഒരുപാട് ചെറുപ്പക്കാരാണ് ഈ സമയത്ത് നമുക്ക് വന്നത്. അവരെല്ലാം കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി, അവിടെയും പോയി ECG എടുത്ത് പല ടെസ്റ്റും നടത്തി വന്നിട്ടും ഇതിനകത്ത് വ്യത്യാസമില്ലാതെ പിന്നെയാണ് ഒരു കൗൺസിലിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോഴും നമ്മൾക്ക് ഇത്രയും സിവിയറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്തേക്ക് തന്നെ, സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വിട്ടേ പറ്റത്തുള്ളൂ. കാര്യം അവിടെ കൗൺസിലിംഗ്, തെറാപ്പി ഒന്നും കൊടുത്തുകൊണ്ടിരിക്കാൻ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ് നമുക്ക് പറ്റത്തില്ല. അപ്പം ഇവരേതും ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നു. ഇപ്പോൾ കുറച്ച് ശാന്തതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ 15 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. കൃത്യമായിട്ട് ചെല്ലണം. നിങ്ങൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗലക്ഷണം ഒന്ന് കുറയും. പക്ഷേങ്കിൽ ഒരിക്കലും രോഗലക്ഷണം കുറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങളുടെ തലയിലെ തന്മാത്ര വേണ്ടി അത്രയും അവിടെ ആകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടർ പറയുന്ന അത്രയും കാലം ഈ മരുന്ന് കഴിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ മരുന്ന് നിർത്തണം. അല്ലാതെ 10 പാരസെറ്റമോൾ വാങ്ങിച്ചുകൊണ്ട് 4 ദിവസം കഴിച്ച് പനി മാറിക്കഴിയുമ്പോൾ പാരസെറ്റമോൾ നിർത്തുന്ന പോലെ അല്ല ഈ മെഡിസിൻസ്. ഈ മെഡിസിൻസ് മോഡേൺ മെഡിസിൻസാണ്. ഇതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിൻ്റെ പുറകെ പോകരുത്. ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഇത്രയൊരു പാനിക് കയറി ഇവർക്ക് വരണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇവരിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ പറയണം, മാഡം ഞാൻ വേറെ എന്തെങ്കിലും ആകുലത ഉണ്ടോ, അമ്മയ്ക്ക് മനസ്സിൽ കിടപ്പുണ്ടോ? അപ്പോഴെന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടാണ് ഞങ്ങൾ വീട് വെച്ചത്. തൊട്ട് അടുത്ത ഹസ്ബൻഡ് സിസ്റ്ററും മകളും ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു ബ്രദർ എന്ന നിലയിൽ സിസ്റ്ററിനെ ഒരുപാട് സഹായിക്കുകയും സിസ്റ്ററിൻ്റെ മകളെ ഞങ്ങൾ വളരെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു ഒറ്റ കുടുംബം പോലെ ജീവിച്ചതാണ്. പക്ഷേ ഈ കോവിഡിൻ്റെ സമയത്ത് എൻ്റെ മക്കൾ പല പ്രാവശ്യം അവരോട് വിളിച്ച് പറഞ്ഞു, ഇച്ചിരി കഞ്ഞിവെള്ളമെങ്കിലും ആ പറമ്പിൽ കൊണ്ടുവെക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി ഫ്രൂട്ട്സ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് വേണ്ടിയ പോലൊന്നും ചെയ്തില്ല. ഞാൻ ചോദിച്ചാൽ അതൊരു ഫീലിംഗ് ആയോ? മിസ്സേ, മക്കൾ പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവരങ്ങനൊന്നും ചെയ്തില്ല. പക്ഷെ അവരെന്നും വിളിച്ച് ചോദിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചാൽ അവർക്ക് എത്ര വയസ്സുണ്ട്? പെങ്ങളുടെ മകൾക്ക് 45 വയസ്സുണ്ട്. പിന്നെ ഓക്സിജനും ഒരു പ്രാവശ്യം കൊണ്ട് തന്നു. അപ്പം ഞാൻ അതിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ചോദിച്ച് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത്, മാഡം എനിക്ക് ഇനി അവളെ കാണുകയേ വേണ്ട. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കയറി വന്നപ്പം എനിക്ക് നിന്നെ കാണുകയും വേണ്ട, നിന്നെ ഇറക്കി വിട്ടു. അവിടെ എനിക്ക് മനസ്സിലായി ഇവരുടെ ഒരു പാനിക്കും ഇവരുടെ ഉത്കണ്ഠയും എവിടെ കിടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സുകൊണ്ട് ഇവർ വളരെ വറീഡാണ്. ഇനി അവരോടൊരു ബന്ധം വേണ്ട. ഇപ്പം ആ വീടെല്ലാം അടച്ചിട്ട് ഇവരുടെ ബ്രദറിൻ്റെ മകളുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ താമസിക്കുകയാണ്. ഇനി അവരെ കാണുകയേ വേണ്ട എന്നുള്ളതിൽ അവരുടെ ആ തോട്ട് പ്രോസസ്സ് എവിടെ പോകുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എവിടെ കിടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെയാണ് കൗൺസിലിങ്ങിൻ്റെ ഇൻ്റർവെൻഷൻസിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. ആ തോട്ടിനെ മാറ്റി വേറൊരു തോട്ട് അവിടെ സ്ഥാപിച്ച് അവരെ കംഫർട്ടാക്കുക. അതാണ് ഒരു കൗൺസിലിങ്ങിൻ്റെ വലിയൊരു മേഖല. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. ആ കിടക്കുന്ന ആ കോഗ്നിഷൻ, ആ ചിന്താധാരയൊന്ന് മാറ്റി
ഒരു പുതിയ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് അവരെ കുറച്ചൊരു കംഫർട്ടാക്കണം. അത് കുറേ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മറിയത്തിൻ്റെ ഇമോഷൻസ് മറിയം കൃത്യമായിട്ട് ഓരോ സന്ദർഭത്തിലും പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. മറ്റൊരു കാര്യം മറിയത്തെ കൂട്ടി പറയുമ്പോൾ അക്സെപ്റ്റൻസ്. അവനവനെ തന്നൊന്ന് അംഗീകരിക്കാനുള്ള കഴിവുണ്ടോ? എൻ്റെ സ്വഭാവം, എൻ്റെ ചിന്തകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ പ്രവൃത്തി, എൻ്റെ നന്മ, എൻ്റെ പോരായ്മ, അവനവനെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്വയമായിട്ടൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ തന്നെ എൻ്റെ കൂടെയുള്ള പാർട്ട്ണറെയും എൻ്റെ മക്കളെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ അയലത്തുകാരെയും എനിക്കൊന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മളുടെ ധൃതി പിടിച്ചുള്ള ഓട്ടത്തിൽ നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാതെ പലപ്പോഴും പോകുന്നില്ലേ? എവിടെയാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ചില പോരായ്മകളോട് നമ്മൾ തന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ എടുത്തുചാട്ടങ്ങളെ നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വീടിനകത്ത് മാറുകയല്ലേ? അവിടെയും മറിയം ഒരു വാക്ക് പറയുന്നുണ്ട്. കർത്താവിനോട് പെരുന്നാളിന് പോയി തിരിച്ചു വന്നു അവരുടെ വ്യസനം പറയുമ്പോൾ, കർത്താവ് ചില ഉത്തരങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ മറിയം അവിടെ ഒരു വാക്ക് വേദോസിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേസ്, മകൻ എന്താണെന്ന് മറിയം അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. ആ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ 3 മക്കളുണ്ട്, 4 മക്കളുണ്ട്, 2 മക്കളുണ്ട്. ഓരോ മക്കളുടെയും പ്രത്യേകത എന്താണ്? അവരുടെ ചിന്താരീതി ഏത് തരത്തിലാണ്? അവരുടെ പെരുമാറ്റം എന്താണ്? അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്? എല്ലാവരെയും ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓരോരുത്തരും വ്യത്യസ്തമായ കർത്താവിൻ്റെ സൃഷ്ടിയിൽ വളരെ അമൂല്യമായ അതുല്യങ്ങളായ സൃഷ്ടികളാണ് തിരിച്ചറിയണം. എന്നെപ്പോലെ ചിന്തിക്കുക, എന്നെപ്പോലെയും പെരുമാറാനല്ല എൻ്റെ കൂടെ ഉള്ള ആളിനെ തമ്പുരാൻ തന്നിരിക്കുന്നത്. ആ വ്യത്യസ്തതകളെ മാനിക്കാനാണ്. ആ വ്യത്യസ്തതകളിൽ നിന്നാണ് പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ നേട്ടങ്ങളും ഉണ്ടാകുന്ന നമ്മൾ തിരിച്ചറിയണം. ഇവിടെ മാതാവിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് മകൻ്റെ ആ സ്വഭാവ രീതി മകൻ പറഞ്ഞതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മകൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല എന്ന് മുകളിലുണ്ട്, അതിന് താഴെയുണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് എന്താണ് എൻ്റെ മകൻ്റെ ലെവൽ എന്താണ് എൻ്റെ മകൻ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഉദരത്തിലൂടെ എൻ്റെ മകനെ എന്തിനാണ് ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് വിട്ടിരിക്കുന്നത്? മറിയം ഉള്ളിൽ മകനെ സംഗ്രഹിച്ചു, മനസ്സിലാക്കി. പലപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ എത്ര വർഷം താമസിച്ചിട്ടും ജീവിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ പ്രതിബന്ധങ്ങളിൽ ഉഴലിക്കൊണ്ട് തന്നെയിരിക്കും. അതനുസരിച്ച് പെരുമാറാൻ, അതനുസരിച്ച് സംസാരിക്കാൻ, അത് അനുസരിച്ച് മുൻപോട്ട് പോകാൻ. ഇതുപോലെ ഞാനിപ്പോൾ ലാസ്റ്റിൽ ആകുമ്പോൾ എനിക്ക് എളുപ്പം ഓർമ്മയുണ്ട്. ഇന്നലെ 50 വയസ്സുള്ളൊരു ഭർത്താവും 44 വയസ്സുള്ളൊരു ഭാര്യയെ വന്നിരിക്കുന്നത്. അദ്ദേഹം ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഷിപ്പിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മാഡം ഞങ്ങൾ നല്ലൊരു ഫാമിലിയായിട്ട് പോകുമായിരുന്നു, പക്ഷേങ്കിൽ എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞത് വൈഫിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളുടെ കാര്യമൊക്കെ വീട്ടിൽ പറയാറുണ്ട്. ഇപ്പം ഞാൻ ഫേസ്ബുക്കിലൊക്കെ അവളെ ഞാനൊരു ഫ്രണ്ടാക്കി. അപ്പം ഞാൻ അവളിട്ട് എനിക്ക് ലൈക്ക് അടിച്ചു. അതാണിപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം നമ്മൾ സ്ത്രീകളല്ലേ, അവർ ഈ മാസ്കിൻ്റെ ഇടയിൽ കൂടെ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു തുണ്ട് പേപ്പറൊക്കെ എഴുതിക്കൊണ്ടാണ് ആ കാര്യം അവർ മറന്നു പോകില്ലെങ്കിൽ അവരുടെ ഇമോഷൻ അത്ര ഹൈയിൽ കിടക്കുക. ഞാൻ ചോദിച്ചു, പറഞ്ഞാട്ടെ എന്താണ് നിങ്ങളുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞാട്ടെ. അപ്പോൾ പറഞ്ഞു, മാഡം കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞതിനോട് പറഞ്ഞു, പക്ഷെ ഞാനതൊക്കെ അതിൻ്റെ വഴിക്ക് വിടുകയായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് അദ്ദേഹം വീണ്ടും സെർച്ച് ചെയ്യുന്നതായിട്ടും വീണ്ടും ലൈക്ക് അടിക്കുന്നതായിട്ടും ഫ്രണ്ടാക്കിയതായിട്ടും ഓരോ ദിവസവും എന്താണ് അവളുടെ ഫേസ്ബുക്ക് ചെയ്തതൊക്കെ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന മകൾക്ക് നന്നായിട്ട്, ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു നമ്പറാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അത്രയൊന്നും ഈ ഫേസ്ബുക്കിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, അവർ പറഞ്ഞതെന്ന് മനസ്സിലായി. അപ്പോൾ മകൾക്കും ഫാദർ എന്താ ചെയ്യുന്നതെന്ന് അതിലേക്ക് കൂടെ നോക്കിയാൽ സെർച്ച് ചെയ്താൽ, അങ്ങനെയാണോ വെച്ചാൽ അങ്ങനെയൊക്കെ കാണാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് പോലും.
നമ്മുടെ മക്കൾ ഏത് ലെവലിലാണ് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത് കൂടുതൽ ഇങ്ങനെ വരികയും ഇവർക്ക് ലൈക്ക് അടിക്കുകയും ഇവരെ വീണ്ടും കാണുന്ന ഒരു സന്ദർഭമൊക്കെ വന്നപ്പോഴത്തേക്കിന് ഈ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരിക്കുകയാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഡം ഞാനിനി അങ്ങനെയൊന്നും എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല, അവർക്ക് തെറ്റാണ്, ഞാൻ നിർത്താം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ ആദ്യം ഒന്ന് അംഗീകരിച്ചാട്ടെ. നിങ്ങൾക്ക് തെറ്റാൻ തോന്നില്ല, പക്ഷെ അവർക്ക് വേണ്ടി നിർത്താം. അങ്ങനെ നിങ്ങൾ നിർത്തുകയേ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഈ ഭാര്യയെ പുറത്തേക്ക് നിർത്തിയിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിലേക്കൊന്ന് ഇറങ്ങി വന്നു കുറച്ചും കൂടെ. അപ്പം ഞാൻ ചോദിച്ചു, നമുക്കൊക്കെയും വിവാഹത്തിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ കാണും, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഞാനൊക്കെ പ്രീ മാരിറ്റൽ എടുക്കുമ്പോൾ എപ്പോഴും പറയുന്നത്, വിവാഹത്തിന് മുമ്പുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വിവാഹത്തിന് ശേഷം വഴക്കിടാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. വിവാഹത്തിന് ശേഷം നമ്മൾ സത്യസന്ധമായിട്ട് ജീവിച്ച് മുൻപോട്ട് പോവുക. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ മാഡം ഞങ്ങളുടെ വീട്ടിലെല്ലാം ഒരു തുറന്ന പുസ്തകം കൊണ്ടല്ലേ ഞാനിത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, നീ ആരെങ്കിലും പറഞ്ഞ് എൻ്റെ ഭാര്യ അറിഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചില്ല നിങ്ങൾ പറഞ്ഞത്. അപ്പം അയാളവിടെ സൈലൻ്റായി. അപ്പം നിങ്ങൾ തുറന്ന പുസ്തകമായിട്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇത് ആരെങ്കിലും പറഞ്ഞ് ഭാര്യയെ അറിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിവാഹത്തിന് മുമ്പുള്ള കാര്യം ആരെങ്കിലും പറഞ്ഞ് ഭാര്യയെ അറിഞ്ഞാൽ അത് വിവാഹത്തിന് മുമ്പുള്ള എന്ന് പറയാനുള്ള ചങ്കൂറ്റമായിരുന്നു നിങ്ങളവിടെ കാണിക്കേണ്ടത്. ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്കിപ്പോഴും ആ സ്ത്രീയോട് മനസ്സിലുണ്ട് ഇഷ്ടമില്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞു, അതല്ലേ ഇവിടുത്തെ പ്രശ്നത്തിൻ്റെ കാരണം. അല്ല, നിങ്ങളുടെ ഭാര്യയോ മോളോ ഫേസ്ബുക്ക് നോക്കിയതോ, എത്ര പ്രാവശ്യം നിങ്ങൾ ലൈക്ക് അടിച്ചെന്നോ, എത്ര പ്രാവശ്യം നിങ്ങൾ ആ സെർച്ച് പോയതോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയോട് താല്പര്യമുണ്ട്. ഞാൻ പറയാം, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അവിടെയാണ് ബാക്കി കൗൺസിലിംഗ് അങ്ങോട്ട് തുടങ്ങിയത്. ഞാൻ അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, അതിനെ എങ്ങനെയാണ് നമ്മൾ മറക്കാൻ നമുക്ക് കൗൺസിലർക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സ് അത്ര സങ്കീർണ്ണം. പെട്ടെന്ന് നിങ്ങൾ മറക്കാൻ പറയുന്നത് കൗൺസിലിംഗ് അല്ലത്. അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ കൗൺസിലിംഗ് പിന്നെ പോയത്. അപ്പം ആദ്യം അവനവനവേ ഒന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലൊക്കെ അതാണ്, അക്സെപ്റ്റ് ചെയ്യത്തില്ല. കൂടെ നിൽക്കുന്ന ആൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയത്തില്ല. അതുപോലെ അയാളെ പുറത്തോട്ട് ഇറക്കിയിട്ട് ഈ ഭാര്യയോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ലൈക്ക് അടിച്ചു, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ ആ സെർച്ച് ചെയ്തു, അതിനപ്പുറം നിങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഇല്ല. പിന്നെന്താണ് നിങ്ങൾക്ക് ഇത്ര മാത്രം ഒരു ഉത്കണ്ഠ വന്നത്? ഒരു കാര്യങ്ങളിലേക്ക് വന്നു. അതാണ് നിങ്ങൾ തിരിച്ചറിയുക. അവിടെയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വ്യക്തിത്വമില്ല, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു തിരിച്ചറിവില്ല, നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിവില്ല. നിങ്ങൾ ആദ്യം ഒന്ന് അംഗീകരിച്ചാട്ട്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. മറിയത്തെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് അവിടെ മറിയം ഉള്ളിൽ സംഗ്രഹിച്ചു. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, നമ്മുടെ അയലത്തുള്ളവരെ, അല്ല നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ നമുക്കൊന്ന് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അവരേത് നിലപാടിലാണ് നിൽക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്, നമുക്ക് നമ്മുടെ വീടുകളിൽ പോലും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പരമമായ സത്യം. അതുകൊണ്ട് മറിയത്തിൻ്റെ ഈ സവിശേഷതകൾ ഞാനൊരു കൗൺസിലിംഗ് രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയായിരുന്നു. അതായത് മറിയം റിലേറ്റ് ചെയ്ത് ജീവിച്ച ഒരാളാണ്, ഗിവിങ് കൊടുത്ത് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച ഒരാളാണ്, ലക്ഷ്യബോധമുള്ള ഡയറക്ഷൻ ഒരു വ്യക്തിയായിരുന്നു, റെസിലൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു, അതിജീവനം പഠിച്ചൊരു വ്യക്തിയായിരുന്നു, ഇമോഷൻസിനെ കറക്റ്റാക്കാൻ അറിയാവുന്നൊരു വ്യക്തിയായിരുന്നു, അക്സെപ്റ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ബൈബിളിൽ കിടപ്പുണ്ട്. അതുമാത്രം എൻ്റെ ലളിതമായ ഒരു ചിന്തയിൽപ്പെട്ടത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനിയും ഏറ്റവും കൂടുതൽ പ്രതിബന്ധങ്ങൾ ഇന്ന് വീടിനകത്താണ്. കോവിഡ് ആയതുകൊണ്ട് പലരും ജോലി സംബന്ധമായിട്ടും ഒക്കെ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു വരികയും വർക്ക് ഫ്രം ഹോം ഒക്കെയാണ്. തീർച്ചയായിട്ടും മക്കളും കൊച്ചുമക്കളും ഒക്കെ വീട്ടിലുള്ളപ്പോൾ ഞാൻ മുതിർന്നവരോട് പ്രത്യേകം ഞാൻ പറയുകയാണ്, മകനും ഭാര്യയൊക്കെ വീട്ടിലുള്ളപ്പോൾ മകൻ്റെ ഭാര്യയെ മകൻ്റെ ഭാര്യയായിട്ട് തന്നെ കാണാൻ പഠിക്കുക. അവർക്ക് എന്തെങ്കിലും കുറവുകളോ അവർക്ക് എന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ മകൻ അത് പരിഹരിക്കുമല്ല, നിങ്ങളുടെ മകൻ അതിന് വേണ്ടി ചെയ്തോളൂ. ആവശ്യമില്ലാതെ മരുമകളെ ശാസിക്കാനും ഉപദേശിക്കാനും ചെല്ലുമ്പോൾ ആ മരുമകൾക്ക് നിങ്ങൾ അതിന് അനുയോജ്യയായ ഒരു വ്യക്തിയല്ല എന്നാണ് പലപ്പോഴും അവർക്ക് തോന്നാറുള്ളതെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക.
നിങ്ങളുടെ ജോലികളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്തു പോകണം. ഇപ്പോൾ ഒത്തിരി ജോലിയൊക്കെ വരുന്നെങ്കിൽ അത് ഷെയർ ചെയ്ത് തന്നെ പോകണം. അതേപോലെ തന്നെ ഈ മകൻ്റെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു വൈരാഗ്യം, ഞാൻ മുമ്പേ പറഞ്ഞില്ല, ആ കുട്ടിയുടെ അടുത്ത് രണ്ടാമത് കല്യാണം കഴിച്ച് വന്നൊരു കുഞ്ഞാണ്. അവൾക്ക് 23 വയസ്സ്. നമ്മുടെ ഒരു തലച്ചോറിൻ്റെ ഫ്രണ്ട് വശം പോലെ 24-25 വയസ്സിൽ അത് പൂർണ്ണം എത്തത്തുള്ളൂ. അതിനു മുമ്പ് 2 വിവാഹവും ഒരു കുഞ്ഞും ഒക്കെ ആയ ആ പെൺകുട്ടിയോട് ഏത് നിലയിലാണ് ഈ 60 വയസ്സുകാരി അമ്മ പെരുമാറിയേക്കെന്ന് നമ്മളൊന്ന് ഓർത്താട്ടെ. അപ്പം തീർച്ചയായിട്ടും മക്കളോട്, പ്രത്യേകിച്ച് മകൻ നിങ്ങളുടെ മകൻ തന്നെയാണ്. ഇവരോട് പെരുമാറുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പെരുമാറണം. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മകനും ഭാര്യയും തമ്മിലുള്ള ജീവിതം മെച്ചപ്പെടാൻ നിങ്ങളുടെ മകനെ പ്രാപ്തനായ ഒരു വ്യക്തിയായിട്ട് പരിശീലിപ്പിക്കാനാണ് മാതാപിതാക്കളായി നിങ്ങൾ ശ്രമിക്കേണ്ടത്. കുറച്ചുകൂടെ മുതിർന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, നിങ്ങളത് പ്ലാൻ ചെയ്യണം. കഴിയുന്നിടത്തോളം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഒരിക്കലും താരതമ്യം, ഈ മകൻ്റെ കൂടെ നല്ലതാണ്, ആ മകളുടെ കൂടെയാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട, അല്ലെ ആ അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല. എവിടെയാണോ അവിടെ സന്തോഷത്തോടെ, ഈ പറഞ്ഞ ലക്ഷ്യബോധത്തോടെ, ഗിവിങ്ങും ഷെയറിങ്ങിലും ഒക്കെ ആയിട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതുപോലെ മുതിർന്നവർ എപ്പോഴും വിചാരിക്കും, ഞങ്ങൾക്ക് എപ്പോഴും ബഹുമാനം കിട്ടണം, ഞങ്ങൾക്ക് എപ്പോഴും പരിഗണന കിട്ടണം. ഇത് എല്ലാ പ്രായത്തിലുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊന്ന് തിരിച്ചറിയണം. ഇതൊരു ഒറ്റയടി പാതയല്ല. ഒരു കൊച്ചു കുഞ്ഞും അവനൊരു ബഹുമാനം കിട്ടണം, അവനൊരു പരിഗണന കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് കൊച്ചുമക്കളുടെ പഠനകാര്യം, വിവാഹകാര്യം ഒന്നിലും തലയിടാൻ നമ്മൾ പോകണ്ട. അപ്പം നിങ്ങളുടെ ഒരു ജനറേഷൻ, നിങ്ങളുടെ മക്കളുടെ ഒരു ജനറേഷൻ, അടുത്തൊരു ജനറേഷനായി. ഈ കാലങ്ങളും മാറുന്ന അനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ വരാത്തപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കൂടുതലായിട്ട് നമുക്ക് കയറി വരുന്നത്. നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചൊരു ജീവിതം നിങ്ങളുടെ മുമ്പിലുണ്ട്. വളരെ അഭിമാനപൂർവ്വം ആ ജീവിതത്തെ നമ്മൾ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ചിലരെങ്കിലും ഉണ്ട്, മക്കളെയും കൊച്ചുമക്കളെയും മാത്രം സ്നേഹിക്കുക. അല്ല, സൂര്യൻ്റെ പ്രകാശം എല്ലാ വഴികളിലുമാണ് ചെല്ലേണ്ടത്. എല്ലാവർക്കും നിങ്ങളുടെ സ്നേഹവും കരുതലും കിട്ടത്തക്ക പോലെ ആയിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ വാതിൽ തുറന്നിടുക, മനസ്സിൻ്റെ വാതിൽ തുറന്നിടുക, വീടിൻ്റെ വാതിൽ തുറന്നിടുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു വനത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സന്യാസിനടുത്ത് ഒരു സ്ത്രീ, അവരും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്, സന്യാസിയുടെ അടുത്ത് ചെന്നു. അപ്പം സന്യാസിയോട് പറഞ്ഞു, സ്ത്രീയെ, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, എനിക്ക് ഒരുപാട് അതുകൊണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും, ആരുമില്ല എനിക്ക്. അപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന സന്യാസിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുമല്ലോ എൻ്റെ വിഷമം. അപ്പം സന്യാസി ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്കാന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോട്? ഈ വനത്തിലെ മരങ്ങളും പുഴകളും തടാകങ്ങളും പക്ഷികളും എല്ലാം എന്നോട് സംസാരിക്കുകയും ഞാൻ അതിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. യെസ്, നമ്മൾ ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല. വാതിലുകളെ തുറന്നിടുക, മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടുക. ഏത് പ്രതിസന്ധിയും നമ്മൾ അതിജീവിച്ച് മുൻപോട്ട് പോകണം. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു പ്രസിദ്ധമായ വരികളോടുകൂടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിൻ്റെ മേലെ പറക്കാൻ കഴിയണം. പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓടാൻ കഴിയണം. ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ നടക്കാൻ കഴിയണം. നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എഴയാൻ കഴിയണം. എന്തു വന്നാലും മുന്നോട്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും, മുൻപോട്ട് തന്നെ പോകണം. എന്ത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള ഒരു കോപ്പിംഗ് സിസ്റ്റം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ലാസ്റ്റിൽ വീണ്ടും പറയുന്നു, സാമാന്യബുദ്ധിയും യുക്തിബോധവും കർമ്മചാരുതയും നയം വ്യക്തമാക്കാനുള്ള കഴിവും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ 15 നോയമ്പിൽ തീർച്ചയായിട്ടും പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ ആശയങ്ങളും കിട്ടുമ്പോൾ നമ്മളെ രൂപാന്തരം പ്രാപിപ്പിക്കണം, നമ്മളെങ്ങനെ പുതിയൊരാളായി മാറണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തും വരട്ടെ, ഏതെല്ലാം തരത്തിൽ പ്രശ്നങ്ങളെ അതിജീവിച്ചവർ നമ്മുടെ മുമ്പിലുണ്ട്. സഹായം തേടണമെങ്കിൽ സഹായം എടുക്കണം.
ചോദിക്കാൻ മടിക്കരുത്. സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. വളരെ കുറച്ച് പേരുടെ നന്മകൾ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരുപാട് പേർ നമ്മുടെ മുമ്പിലുണ്ട്. ഇഴഞ്ഞാണെങ്കിലും നമ്മൾ മുൻപോട്ട് പോകുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി മാതാവിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രതിസന്ധികൾ പ്രത്യേകിച്ച് വരുമ്പോൾ മാതാവിനെ മനസ്സിലൊന്ന് ധ്യാനിച്ച് ആ ധീരതയോടുകൂടി, ആ പക്വതയോടുകൂടി, ആ സുസ്മേരവതയായി എന്തിനെ അതിജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. സ്ത്രീ പുരുഷ ഭേദമന്യേ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അതിനുള്ള പ്രാപ്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈത്താങ്ങായിക്കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തിക്കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരങ്ങളെ ചുമന്നുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞുകൊണ്ട് ഈ കാലവും കടന്നു പോകുന്ന വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകാൻ ഓരോരുത്തർക്കും ഇടയാകട്ടെ. അതിന് മാതാവിൻ്റെ മധ്യസ്ഥത നമ്മൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദി വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുകയാണ്. ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ എഴുതിയൊരു പുസ്തകമാണ് നാം അറിയുക നമ്മെ അറിയുക. എൻ്റെ 16 വർഷത്തെ കൗൺസിലിംഗ് അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇനിയുള്ള കാലം കുറച്ചുകൂടെ അറിവുകൾ നേടി നമ്മൾ പോകേണ്ട ഒരു വലിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊരു മാറ്റം കണ്ടാൽ, നമ്മുടെ പാർട്ട്ണർക്കൊരു മാറ്റം കണ്ടാൽ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അറിവ്, സാമാന്യബോധം. അതിനോടൊപ്പം തന്നെ ഈ അറിവ് നമ്മളുടെ ചുറ്റും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് ഇന്നതായിരിക്കും, ഇന്നൊരു ഹെൽപ്പ് എടുക്കാൻ പറയാനുള്ള ഒരു ആർജവം വേണമെങ്കിൽ നമ്മൾക്ക് അറിവ് വേണം. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഗ്രാൻഡ് പേരൻസിനും എല്ലാവർക്കും വേണ്ടി എന്താണ് ലൈംഗിക ചൂഷണം, എന്താണ് ലൈംഗിക പീഡനം, എന്താണ് പ്രണയം, ഇതെല്ലാം നിങ്ങൾ വായിക്കുകയും കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും കുട്ടികൾക്കൊരു അവബോധം കൊടുക്കുകയും നിങ്ങളുടെ അവബോധത്തിലൂടെ കുറച്ചും കൂടെ ഒരു വായനയിൽ കൂടെ ഒരു വളർച്ചയിൽ കൂടെ മുൻപോട്ട് വരുമ്പം കുറച്ചുകൂടെ നമ്മുടെ സമൂഹം സുരക്ഷിതമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ, സമൂഹത്തെ സുരക്ഷിതം മുൻപോട്ട് കൊണ്ടുപോകാൻ, സമൂഹത്തിൻ്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഇത് DC ബുക്സാണ് പബ്ലിക്കേഷൻ. ഞാൻ കുറച്ച് ബുക്ക് എൻ്റെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ല ഒരു നാളെ ആശംസിച്ചുകൊണ്ടും